ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്ന ഇന്ത്യൻ ബൈക്കാണ്. അപ്പോൾ നമ്മൾ വെറുതെ സൈക്കിളൊക്കെ എടുത്തുനിന്ന് പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ചൂടൊക്കെ എടുത്തിട്ട് ഫാനൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കെന്തെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോകാം. പിന്നെ ഈ ഹുഡീസൊക്കെ ഇട്ടാൽ ചൂട് എടുക്കുമെന്നറിയാലോ. അപ്പോൾ നേരെ നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഒന്ന് സൈക്കിളൊക്കെ എടുത്ത് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഒന്ന് ആൾക്കാരൊക്കെ ഇടിക്കാണ്ടാണ് പോണത്, ജസ്റ്റ് മിസ്സിനൊക്കെ. അപ്പോൾ ഇത് അവിടെ വലിയ എന്തോ ഒരു സാധനമൊക്കെ എയർപോർട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾക്കത് അറിഞ്ഞിട്ടും വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ നേരെ നമ്മൾ ആ വണ്ടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ്, ഒരു വയലറ്റ് താറാണ് അവിടെ ഉള്ളത്. നമുക്ക് നൈസായിട്ട് ആ വണ്ടി ഒന്ന് ചാമ്പാം. കാരണം എന്നിട്ട് ആ വണ്ടി വിറ്റിട്ട് പെയിൻ്റൊക്കെ അടിച്ച് വിറ്റിട്ട് വേറെ വണ്ടിയൊക്കെ വാങ്ങാമല്ലോ. അല്ലെങ്കിൽ ആ പൈസയും കൊണ്ട് വേറെ എന്തെങ്കിലും വാങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒന്ന് രാത്രിയാവട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങൊക്കെ ചെയ്യണം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് സോമൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ പണിക്ക് പോയതാണ്. അപ്പോൾ നേരെ സൈക്കിളൊക്കെ നിർത്തി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ മേലെ ഉറങ്ങുകയാണ്. എൻ്റെ ബെഡ്റൂം താഴെയും കൊണ്ട് പിന്നെ സീനില്ല. അപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ പോയിട്ട് ആ വണ്ടി എടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം പ്ലാനൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ പോലീസ് കണ്ട സീനാവും. കാണാൻ നല്ല ചാൻസ് ഉണ്ട്, എന്നാലും നമ്മൾ കാണാണ്ട് എടുക്കും. അപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആക്സിഡൻ്റൊക്കെ ആയിട്ടുണ്ട് വണ്ടിയൊക്കെ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നേരെ സൈക്കിൾ പുറത്ത് നിർത്തിയിട്ടിട്ട് പോവാം. അപ്പോൾ നേരെ നമ്മൾ നൈസായിട്ട് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോലീസ് ഇങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞേക്കും, ഇടയ്ക്ക് നേരെക്കും, അങ്ങനെയാണ്. ഒരു മണ്ടൻ ചങ്ങായിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയേക്കാം. അപ്പോൾ ആ താറ് നേരെ കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അധികം ആൾക്കാർ കാണാണ്ടിരിക്കാനേക്കും, എന്നാലും കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് കയറാം വണ്ടീൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നൈസായിട്ട് ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നേരെ ചെറുതായിട്ടൊന്ന് റിവേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ ഇടയ്ക്ക് നേരൊക്കെ ഉണ്ട്. എന്തെങ്കിലും സ്പീഡ് പോകാം. കണ്ടു ഇടയ്ക്ക് സ്ലോ ആയി കുറച്ച് സീനാണ്. പിന്നെ അയാളെ പെട്ടെന്ന് വേറെ പോലീസിനെ വിളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ നമുക്ക് ഒളിച്ചിരിക്കാം. ഇപ്പോൾ വേറെ പോലീസുകാർക്ക് അറിയില്ലല്ലോ നമ്മളെ ഇടയ്ക്ക് ഒളിച്ചിരുന്നതാണ്. ഈ വണ്ടിയുടെ കളറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നേരെ ഇവിടെ നിന്നിട്ടുണ്ട്. പോലീസുകാർക്ക് വന്നിട്ടുണ്ട്. വണ്ടിയുടെ കളറൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് പോകാം. ഇനി സ്പീഡ് കയറിക്കോളും. സോമൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് മറ്റേ സ്പീഡിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ഇതൊക്കെ ചെയ്യണം. പിന്നെ
രാവിലെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക, രാവിലെ എവിടെയെങ്കിലും കാത്തിക്കുക. അപ്പോൾ ഗായ്സ് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉറങ്ങിയതൊക്കെ ഈ വണ്ടീൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്കെന്തെങ്കിലും നേരെ ഇത് സോമൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം. പോലീസ് പിന്നെ നമ്മൾ അന്വേഷിക്കുന്നതൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ തന്നെയാണ് നമ്മളെ വീടും ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ അമ്മയച്ഛനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ നേരത്തെ എണീച്ചിട്ട് കൂട്ടുകാരൊപ്പം കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ നേരെ ഈ വഴി കൂടെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ പോലീസുകാരൊന്നും ഉണ്ടായാൽ പിന്നെ സീനാവും. അപ്പോൾ നേരെ സോമൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ സോമൻ്റെ വീട്ടിലേക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് സ്പീഡ് പോയ ഇത്തിരി ദൂരമേ ഉള്ളൂ. നടന്നു പോവുകയാണെങ്കിലൊക്കെ കുറച്ച് നേരം എടുക്കും. പിന്നെ സൈക്കിളിൽ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ സീനില്ല. നമ്മൾ വേറെ വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ടുള്ളതാണ്. അച്ഛൻ്റെ വണ്ടിയാണ്, അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെ അവിടെ നിന്നാണ് മോഡിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ നിർത്തിയിടാം വണ്ടി. അപ്പോൾ സോമൻ പറഞ്ഞത് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാം. സോമൻ എവിടെയോ പോയതാണ്. അവിടെ നിർത്തിയിട്ടിട്ട് നമുക്കെന്തെങ്കിലും ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാണ്. അപ്പോൾ ഗായ്സ് സോമൻ പറഞ്ഞ് വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് നീ ഇങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സോമൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അടിപൊളിയായിരിക്കും വണ്ടിയൊക്കെ. അപ്പോൾ ചേച്ചി സുഖമല്ലേ? അപ്പോൾ നമ്മൾ സുഖമാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ സോമൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ സ്പീഡൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ സോമനെ തല്ല. അപ്പോൾ കാശ് അടിപൊളി വണ്ടി ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അടുത്ത് പോയൊക്കെ ഒരു ബ്ലാക്ക് കളറാണ് അടിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ച് വൈറ്റ് ആയിരിക്കും അടിച്ചിട്ടുണ്ടാവുമെന്ന്. എന്തെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് അടിച്ചപ്പോൾ ഒരു അടിപൊളി താറിൻ്റെ ലുക്ക് വന്നു. ഇപ്പോഴാണ് ശരിക്കും ഒരു താറായത്. മറ്റേതൊരു ലൊട്ട വണ്ടിയായിരുന്നു. അപ്പം നമുക്കെന്തെങ്കിലും എടുത്തൊക്കെ ഓടിച്ചൊക്കെ നോക്കാം അടിപൊളിയാക്കിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ സോമൻ പിന്നെ വണ്ടി റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓർമ്മ വന്നേ. അപ്പോൾ നമ്മൾ കുറേ നേരം കറങ്ങിയൊക്കെ നടക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ പോവുകയാണ് വീട്ടിലേക്ക്. പിന്നെ സോമന് ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ ഒത്തിരി നേരം മതി. അതിൽ എക്സ്പേർട്ടാണ്. പിന്നെ സോമന് പ്രത്യേകിച്ച് വണ്ടിയൊന്നുമില്ല, എല്ലായിടത്തു നിന്നും വാടകയൊക്കെ എടുത്തിട്ടാണ് ഓടിക്കുക. സോമൻ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആളാണെങ്കിലും വണ്ടിയൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കാണ്ടൊക്കെ വീട്ടിൽ കൊണ്ടുപോകണം, എന്നാലേ നമുക്ക് വിറ്റ കുറച്ച് പൈസയൊക്കെ കിട്ടും. ഈ വണ്ടി വിൽക്കാനാണ് നമ്മളെ പ്ലാന്. വെടിക്കാണ്ടൊക്കെ പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സീനില്ല, ചെറുതായിട്ടൊന്നും ഇടിച്ച്, അതിനൊന്നും പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ കുറേ പൊട്ടന്മാരുണ്ട് ഇങ്ങനെ വണ്ടിയൊക്കെ കൂടി ഇളക്കി മേടിക്കുന്നത്. ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആണ് ഈ വണ്ടി, പക്ഷെ എന്നാലും നമ്മൾ ഈ ഇന്നലെ മേടിച്ചതാ ഇന്ന് മേടിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ബാക്കിലാണ് നിർത്തിയിട്ടുള്ളത്. കാരണം അമ്മച്ചനൊക്കെ കണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിക്കും. അപ്പോൾ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിച്ചു നോക്കും. പിന്നെ ചാമ്പ്യതാന്ന് പറഞ്ഞാൽ അറിയാലോ, അടി കിട്ടണ വഴി കാണൂല. അപ്പോൾ നേരെ അകത്തൊക്കെ കയറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്